അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ വിഷമവും വിലയും ഒന്നും അറിയില്ല. അവർ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയാലാണ് അതിൻ്റെ വേദനകളും വിഷമങ്ങളും എത്രമാത്രം അവർ പോയതിൻ്റെ ദുഃഖം നമുക്കുണ്ടാവുക. ഇനി അവർ ഒന്ന് വരികയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കും. മരണം വരെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞു പോകും. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടതും കടമയുള്ളതുമാണ് നമ്മുടെ മാതാപിതാക്കൾ. എത്ര തന്നെ വർണ്ണിച്ചാലും തീരാത്ത വലിയ മനസ്സിൻ്റെ ഉടമസ്ഥരാണ് അവർ. ആരൊക്കെ എങ്ങനെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വാപ്പയോളം അല്ലെങ്കിൽ ഉമ്മയോളം സ്നേഹം ആരും തന്നെ തരില്ല. ഒക്കെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് പുറത്തേക്കുള്ള ചിരിയായിരിക്കും കൂടുതലും. എന്നിരുന്നാലും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക. തിരിച്ചു കിട്ടണം എന്നാഗ്രഹിച്ചിട്ടാവരുത് നമ്മുടെ സ്നേഹം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ നമ്മളെല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും. അവർ എവിടെ നിന്നാണ് പഠിച്ചത്? അവർ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതൊക്കെ ഉൾക്കൊണ്ട് ആ പാഠം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മാതാപിതാക്കന്മാരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കാൻ ഏറ്റവും കൂടുതൽ അവരുടെ മക്കൾ തന്നെയാവണം മുൻകൈയെടുക്കുന്നത്. കാരണം മരുമക്കളും വേലക്കാരും നിന്ന് നമ്മുടെ വാപ്പയെയോ ഉമ്മയെയോ നോക്കിയാൽ എന്തായാലും തൃപ്തിയാകില്ല. കാരണം മക്കളായാൽ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും വാപ്പമാരോ ഉമ്മമാരോ എന്തൊക്കെയോ പെറുത്ത് കഴിഞ്ഞാലും നമ്മളതെല്ലാം പൊറുക്കും. അഥവാ ഇനി പൊറുക്കാതെ തന്നെ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അതൊക്കെ അവർ പൊരുത്തപ്പെടുകയും ചെയ്യും. പക്ഷേ ക്രൂരമായി മാതാപിതാക്കളെ തല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നത് നരകത്തിലേക്കുള്ള വഴി തുറക്കലാണ്. എത്ര വലിയ നിസ്കാരവും നോമ്പും സക്കാത്തും എന്തുണ്ടായിട്ടും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ വന്ന് കാണാതെ, അവരെ ഒന്ന് നോക്കാതെ, അവരെ സ്നേഹിക്കാതെ എന്ത് തന്നെ ഉണ്ടാക്കിയിട്ടും ഒരു കാര്യവുമില്ല. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ടാണ് നമ്മുടെ മക്കൾ അത് പഠിക്കുന്നത്. തീർച്ചയായും നാളെ നമുക്കും തിരിച്ചടിവ് കിട്ടുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക, പരിപാലിക്കുക. അത് കണ്ട് നമ്മുടെ മക്കളും വളരട്ടെ. ഇതുമാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കും, നമ്മുടെ ആയുസ്സ് വർദ്ധിക്കും, നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇവിടെ അവസാനമായി പറയാം. എന്തായാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അവരെന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ വൃദ്ധരാകുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിയും ഓർമ്മയും ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പലതും പറഞ്ഞു പോകും. അതെല്ലാം നമ്മൾ ക്ഷമിക്കുക തന്നെ വേണം. നമുക്ക് നമ്മുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്നറിയാൻ വേണ്ടി തന്നെ മാതാപിതാക്കൾക്ക് ആ ഒരു സ്വഭാവം അള്ളാഹു കൊടുക്കും. എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മൾ കടക്കാനുള്ള വഴിയാകും. നമ്മൾ ക്ഷമിക്കുക. എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ വാപ്പയും ഉമ്മയുമല്ലേ, അതുകൊണ്ട് തന്നെ സാരമില്ല, അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ എന്ന് കരുതി നമ്മൾ ഭൂമിയോളം ക്ഷമിക്കുക. നമ്മൾ അവരെ സ്നേഹിക്കുക. അവരെന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുക, സാരില്ല, പടമോനല്ലേ അല്ലെങ്കിൽ പടമോളല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതങ്ങോട്ട് നിർത്തും. അല്ലാതെ നമ്മൾ ഉപ്പയും ഉമ്മയും പറയുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? വൃദ്ധരായ അവർക്ക് ബുദ്ധിമോശമുണ്ടാവും, ഓർമ്മകളെല്ലാം പോകും. അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളെ പോലെ ആയിരിക്കും. അവർ ഇരുന്ന് മൂത്രമൊഴിക്കുന്നതിന് പകരം നടന്ന് മൂത്രമൊഴിക്കും. ബാത്റൂമിൽ പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ചിലപ്പോൾ അടുക്കളയിലോ ബെഡ്റൂമിലോ ഒക്കെ പോയി മൂത്രമൊഴിച്ച് വരും. പക്ഷേ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ അത് വൃത്തിയാക്കി നമ്മൾ അവരെ പരിപാലിക്കുക
തന്നെ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ഗുണങ്ങൾ ഇതൊക്കെയാണ്. ദുആക്ക് ഉത്തരം ലഭിക്കും, പാപങ്ങൾ പൊറുക്കപ്പെടും, ഭക്ഷണത്തിൽ ബർക്കത്ത്, ആയുസ്സ് വർദ്ധിക്കും. മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ മക്കൾ നമ്മോട് പെരുമാറുന്നതും. അതുപോലെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. അവർ നമ്മെ നോക്കി പുഞ്ചിരി തൂകുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.